തീക്കോയി ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ ആവശ്യത്തിന് മരുന്ന് ലഭ്യമല്ലാത്തതിൽ പ്രതിഷേധിച്ച് BJP തീക്കോയി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് സെന്ററിന് മുമ്പിൽ ധർണ നടത്തി. BJP ദേശീയ നിർവാഹക സമിതി അംഗം PC ജോർജ് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ കടക്കണിയിലാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് PC ജോർജ് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ 9 വർഷമായി ആരോഗ്യരംഗം മറ്റു മേഖല മുഴുവൻ തകർന്നതുപോലെ ഈ കേരളത്തിലെ ആരോഗ്യരംഗം എങ്ങനെ ഇരിക്കുന്നു എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്ന തീക്കോയി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഈ തീക്കോയി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം 6 വർഷത്തിന് മുമ്പ് പണി തീർത്തതാണ്. ഞാൻ ഓർക്കുന്നു, ഞാനായിരുന്നു ഒന്നേ. ആ കെട്ടിടം ഇന്ന് പൊളിഞ്ഞ് താഴെ വീണിരിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നുന്നത് നമ്മുടെ ഇത് പണിത് നിർമ്മിതി കേന്ദ്രമാണ്. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. കേരള സർക്കാരിൻ്റെ സ്ഥാപനം തന്നെയാണ് നിർമ്മിതി കേന്ദ്രം. ആ നിർമ്മിതി കേന്ദ്രം പണി തീർത്ത സ്ഥാപനമാണ് കെട്ടിടം പൊളിഞ്ഞ് താഴെ വീണിരിക്കുന്നത്. അവിടെ 3 ഡോക്ടർമാർ നേരത്തെ ഉള്ളത് നല്ല ഓർമ്മയാണ് എനിക്ക്. നമ്മുടെ പഞ്ചായത്തോട് ചേർന്ന് ഈ ആശുപത്രി ഇരുന്ന കാര്യമൊക്കെ ഞാൻ ഓർക്കുകയാണ്. ആ 3 ഡോക്ടർമാരുടെ സ്ഥാനത്ത് ഇന്ന് ഒരു പാവപ്പെട്ട ഡോക്ടർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ഡോക്ടർ മാത്രമാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിന് നിരത്ത് നിൽക്കാൻ നേരം കിട്ടാത്ത സാഹചര്യം. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഗുണം കിട്ടി, മരുന്നില്ലാത്തതുകൊണ്ട് ചികിത്സിക്കേണ്ട എന്നൊരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുകയാണ്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ലാലി PV അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജോജിയോ ജോസഫ്, മിനർവ മോഹൻ, രമണൻ ED, അപ്പച്ചൻ പുല്ലാട്ട്, ചേസ് ഞള്ളമ്പുഴ, ആനിയമ്മ സണ്ണി, സജി CB, സജീവ് മാപ്രയിൽ, ജോസ് ആലാനി, TD മോഹൻ, ജോസ് ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു.